എന്ന് പറയുന്ന ആള് കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനാണ്. അതവിടെ നിൽക്കട്ടെ. പിന്നെ ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞൊരു കാര്യമുണ്ട്. നിർമ്മാണത്തില് ഉള്ള ചില കാര്യങ്ങളിലെ ചില ഭാഷകൾ പഠിക്കേണ്ടി വരും എന്ന് അദ്ദേഹം പറഞ്ഞല്ലോ. കോൺഗ്രസ് പിന്നെ ഒരു ഭാഷയും പഠിക്കേണ്ടതില്ല. കാരണം ചുമരുമില്ല, മേൽക്കുരയില്ല, തറയുമില്ല, ഇട്ട കല്ല് പോലും ഇല്ല. ദുരന്തം. എന്റെ സുഹൃത്തുക്കൾ, ഈ അണ്ണാക്കി കൊടുക്കുക എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു പരിപാടി ഇന്നലെ ചാനൽ സംഭവിച്ചിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, വളരെയധികം കഷ്ടപ്പാടൊക്കെ അനുഭവിച്ചിട്ടാണ് വയനാട്ടിൽ ഇപ്പോൾ ഒരു വീട് നിർമ്മാണം ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. മന്ത്രി കെ രാജാണ് അതിനൊക്കെ ചുക്കാൻ പിടിക്കുന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അദ്ദേഹത്തിന് ആ നാട്ടുകാരുടെ അപാരമായിട്ടുള്ള സ്നേഹബന്ധമുണ്ട്. അപ്പോഴാണ് ഇന്നലെ ആ വീട് ലഭിച്ച ഒരുവൻ മന്ത്രി കെ രാജനെ അപമാനിക്കുന്ന രീതിയിൽ ഒരു വർത്തനം പറഞ്ഞ്. അയാളൊരു കോൺഗ്രസ്സുകാരനാണ്. വീടൊക്കെ കയ്യിൽ കിട്ടിയപ്പോൾ അസൽ കോൺഗ്രസിന്റെ തെണ്ടിത്തര സ്വഭാവം പുറത്തു വന്നു എന്നല്ലാതെ അതിനപ്പുറം വേറെ ഒന്നും പറയാനില്ല. കാരണം ആ വീട് പണി പൂർത്തീകരിച്ചിട്ടില്ല. വീടിന്റെ മുകളിൽ ടെസ്റ്റൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 48 മണിക്കൂറോളം വെള്ളം കയറ്റി നിർത്തും. അതിന്റെ ഭാഗമായിട്ട് എവിടെയെങ്കിലും ലീക്കേജ് ഉണ്ടോ എന്ന് പരിശോധിക്കും. ഉണ്ടെങ്കിൽ അതിന്റെ മേലെ ഒരു ലെയർ കൂടി ഇടും. ഇതൊക്കെ സ്വാഭാവികമായിട്ടൊരു ബിൽഡിംഗ് രീതിയിലൊക്കെയുള്ള ഒരു ഭാഗങ്ങളാണ്. ഇത് നമുക്ക് അറിയാത്തോണ്ടായിരിക്കും പല ആളുകൾക്കും, ഒരുപക്ഷെ ചാനലുകൾക്ക് ഇത് തീരെ അറിയാത്തോണ്ടായിരിക്കും. ആ പാവം കോൺഗ്രസ്സുകാരനും ഇനി ചിലപ്പോൾ അയാൾക്ക് തെറ്റ് പറ്റിയെന്ന് അയാൾക്ക് തോന്നുന്നുണ്ടായിരിക്കും. കാരണം ഒരു വീടിനാണ് ഇതിങ്ങനെ കേട് സംഭവിക്കുന്നുണ്ടെങ്കിൽ അതേ പ്രശ്നം അവിടെയുള്ള എല്ലാ വീടിനും സംഭവിക്കും. കാരണം ഒരേ വീടിന്റെ അതേ ഒരു കൺസ്ട്രക്ഷൻ മാതൃകയിലാണ് എല്ലാ വീടും മുന്നോട്ട് പോകുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു വീടിന് എത്ര കമ്പികൾ ഉപയോഗിക്കുന്നോ അത്ര കമ്പികൾ തന്നെ എല്ലാറ്റിലും ഉപയോഗിക്കും. ഒരു വീടിന് എത്രയാണോ സിമെന്റും മണൽ എന്ന രീതിയിൽ അനുപാതത്തിലാണോ വാർപ്പ് ചെയ്യുന്നത് അതേ അനുപാതത്തിൽ തന്നെ എല്ലാ വീടുകളും ചെയ്യുക. അപ്പോൾ ഒരു വീടിന് മാത്രമായിട്ട് കേടുകൾ സംഭവിക്കുക എന്ന് പറയുന്നത് പ്രായോഗികമായിട്ടൊരു കാര്യമല്ല. ഒരു വീടിന് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള എല്ലാ വീടുകൾക്കും സംഭവിച്ചിട്ടുണ്ടായിരിക്കും. എന്നാൽ അങ്ങനെയില്ല. എന്നാൽ ലീക്കേജ് അങ്ങനെയല്ല, ചിലപ്പോൾ അങ്ങനെ വരാം. അതുകൂടി പരിശോധിച്ച് അതിന് മുകളിൽ വീണ്ടും ലെയർ കണക്കിന് വർക്കുകളൊക്കെ ചെയ്തിട്ടാണ് ഈ വീട് കൊടുക്കുക. ലീക്കേജ് പോലും ഇല്ല എന്ന് ഉറപ്പുവരുത്തുള്ള ടെസ്റ്റിന്റെ ഭാഗമായിട്ട് നടന്ന ഒരു ചെറിയ കുഞ്ഞു വിള്ളലുകളെയാണ് ഒരു വലിയ ഗ്യാപ്പ് എന്ന രീതിയിലൊക്കെ മാധ്യമങ്ങളൊക്കെ അവതരിപ്പിച്ചത്. എന്തായാലും ഇന്നലെ കെ രാജനെ തെറി പറയുന്ന രീതിയിൽ അവിടെ വീട് ലഭിച്ച ഒരുവൻ പറഞ്ഞ വാക്കുകളൊന്ന് കേൾക്കണം. നൗഫലിനോടൊരു ചോദ്യം. അതായത് നേരത്തെ റവന്യൂ വകുപ്പ് മന്ത്രി വന്നു, വീടിനകത്ത് കയറി പെൻസിൽ കൊണ്ട് മായ്ച്ചു. നൗഫലിന് എന്താ തോന്നിയത്? എനിക്ക് തോന്നിയത് എന്തോ ഒരു കിളി പോയൊരു അല്ല, സത്യം പറയാം. കാരണം ഈ മാർക്ക് ചെയ്തവിടെ, കറക്റ്റ് ലീക്കുള്ളവിടെ മാർക്ക് ചെയ്തവിടെ, അത് ഈ ഊരാലുകൾ ഉദ്യോഗസ്ഥന്മാരെന്നെ വന്നിട്ട് മാർക്ക് ചെയ്ത്, അല്ലെങ്കിൽ ഞാനൊന്നല്ല മാർക്ക്. മന്ത്രിക്ക് കിളി പോയി എന്ന രീതിയിലാണ് ലവൻ അത് അവതരിപ്പിച്ചത്. മനസ്സിലല്ലേ? മന്ത്രിക്ക് കിളി പോയി എന്ന രീതിയിലായിരുന്നു ഇവനത് അവതരിപ്പിച്ചത്. നല്ല കാര്യം, ഇങ്ങനെയൊക്കെ തന്നെ വേണം എന്നുള്ളതാണ്. എന്തായാലും അങ്ങനെ കിളി പോയി, ഇതൊക്കെ കഴിഞ്ഞു, ഗംഭീരമായിട്ട് അദ്ദേഹത്തെ അത് അവതരിപ്പിച്ചു. ആളുകൾക്ക് ചിരിക്കാനൊരു വകയായിട്ട് നമ്മുടെ മന്ത്രി ഇട്ടുകൊടുത്തു. അത്രയേറെ അവർക്ക് വേണ്ടി അധ്വാനിച്ച, അവർക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന ആ ഒരു വയനാട്ടുകാർക്ക് വേണ്ടിയിട്ട് എന്ന രീതിയിൽ ജീവിക്കുന്ന മന്ത്രി കെ രാജനോട് ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം കേട്ടോ. അത് അങ്ങനെ തന്നെ ചെയ്യണം. എന്തായാലും ഇതിന്റെ ഭാഗമായിട്ട് നടന്ന ചർച്ചയിൽ ഇന്നലെ കൃത്യമായിട്ടും വയനാട്ടിൽ തന്നെ CPMന്റെ സെക്രട്ടറി ഗംഭീരമായിട്ട് കൊടുത്തിട്ടുണ്ട്. കേൾക്കണം. ഉടമ എന്ന് പറയുന്ന ആള് കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനാണ്. അതവിടെ നിൽക്കട്ടെ. പിന്നെ ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞൊരു കാര്യമുണ്ട്. നിർമ്മാണത്തില് ഉള്ള ചില കാര്യങ്ങളിലെ ചില ഭാഷകൾ പഠിക്കേണ്ടി വരും എന്ന് അദ്ദേഹം പറഞ്ഞല്ലോ. കോൺഗ്രസ് പിന്നെ ഒരു ഭാഷയെ പഠിക്കേണ്ടതില്ല. കാരണം ചുമരുമില്ല, മേൽക്കുരയില്ല, തറയുമില്ല, ഇട്ട കല്ല് പോലും ഇല്ല. ദുരന്തം. അതൊരു അടിപൊളി വാക്കായി. കാരണം ഇത് പണി ചെയ്യുന്നവർക്കല്ലേ, അല്ലേ? ഒരു വീട് ഉണ്ടാക്കുന്നവർക്കല്ലേ ചോർച്ചും മറ്റിനവരെയൊക്കെ ബേജാറാവേണ്ടുള്ളൂ. കോൺഗ്രസിന് ഈ ബേജാറൊന്നുമില്ല. കാരണം വീട് പണി അവർ ചെയ്യൂല. അങ്ങനെ സംഗതി ചിലപ്പോൾ അവർ ചെയ്തത് വരില്ല. അപ്പൊ അതുകൊണ്ട് പിന്നെ ചോർച്ചയെ പറ്റിയിട്ടൊരു പരാതി എവിടെ നിന്ന് വരില്ലല്ലോ. ചെയ്താലല്ലേ കുറ്റം ഉണ്ടാവുള്ളൂ, അല്ലേ? എന്തായാലും കേൾക്കാം. ബാധ്യതയുടെ പേരിൽ പണം പിരിച്ച് തട്ടിപ്പ് നടത്തി തിരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ചവരാണ് കോൺഗ്രസ്. അവരാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. ഇന്നിപ്പോ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ അവിടെ വന്ന് അതിനെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. 30 വീട് പ്രഖ്യാപിച്ചിട്ട് 2 വർഷമായിട്ടും നയാ പൈസ പോലും എവിടെയാണെന്ന് മനസ്സിലാവാനും പറയാനുമില്ലാതെ നമ്മൾ കാണേണ്ടത് സർക്കാർ വളരെ മാതൃകാപരമായിട്ടാണ് ടൗൺഷിപ്പിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നത്. ടൗൺഷിപ്പ് നിർമ്മാണം മാത്രമല്ല, ദുരന്തബാധിതരെ രക്ഷാപ്രവർത്തനം തുടങ്ങി ഇതുവരെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും അങ്ങേയറ്റം മാതൃകാപരമായി ലോകത്തിൽ തന്നെ മറ്റെവിടെയും അവകാശപ്പെടാൻ കഴിയാത്ത നിലയിലാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.
ഇത് ആ ഒരു സംഗതിയെ ഗംഭീരമായിട്ട് വിമർശിക്കുക. ഞാൻ നല്ലൊരു വീഡിയോ ചെയ്തായിരുന്നു കുറച്ച് നിമിഷം മുമ്പൊക്കെ. കാരണം എന്തിന്റെ പേരിലാണ് ഈ കോൺഗ്രസ്സുകാർ ഇവിടെ വന്ന് നിരങ്ങുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. അല്ലേ, അതിനൊരു ഒരപ്പ് ഉളുപ്പ് എന്ന് പറഞ്ഞ പരിപാടിയൊക്കെ ഒരു അല്പസ്വല്പമൊക്കെ വേണ്ടെന്ന് എനിക്ക് തോന്നി. അന്നേ കേസിൻ്റെ ഒരു നേതാവ് അവിടെ വന്നിട്ട് ഇങ്ങനെ കറങ്ങാണ്, ആ വീട് പണിയൊക്കെ ഇങ്ങനെ വീക്ഷിക്കുന്നു. ലവന്മാർ ഉണ്ടാക്കി കൊടുത്ത വീട് പരിശോധിക്കുന്ന മാതിരിയൊക്കെ ലവന്മാരെ കാട്ടിക്കൂട്ടലുകൾ. ഒന്ന് ആലോചിച്ച്, ഈ കേരളത്തിന്റെ ദുരന്തം എന്ന് പറയാം. അത് വീട് കിട്ടിയ ഒരാള് കോൺഗ്രസ്സുകാരനായിപ്പോയി. ലവനാണെങ്കിൽ ഇപ്പൊ കോൺഗ്രസിന് വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുക. എന്തായാലും കേൾക്കാം. കേരളത്തിലെ എല്ലാവരുടെയും പിന്തുണയോടുകൂടി സർക്കാർ ഈ പ്രവർത്തനങ്ങൾ നടത്തി മുന്നോട്ട് പോകുമ്പോൾ അതിനെ മോശമാക്കാൻ ആഗ്രഹിക്കുന്ന ചില ആളുകളാണ് ഇത്തരത്തിലുള്ള പ്രചാരവേല സംഘടിപ്പിക്കുന്നത്. ഇവിടെ നമ്മൾ കാണേണ്ടത് 178 വീടുകളുടെ നിർമ്മാണ പ്രവർത്തനം ഏറ്റവും അവസാന ഘട്ടത്തിലാണ്. അതിന്റെ ഏറ്റവും ഇരുക്കുപടികൾ പോലെയുള്ള പ്രവർത്തനങ്ങളാണ് ഇന്ന് നടക്കാനുള്ളത്. അത് പൂർത്തീകരിച്ച് വളരെ വേഗത്തിൽ കൊടുക്കാൻ വേണ്ടിയാണ് സർക്കാർ ഇപ്പോ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ ഇങ്ങനെയുള്ള വിവാദങ്ങൾ ഉണ്ടാക്കുന്നവരുടെ ലക്ഷ്യം കോൺഗ്രസിനെ സഹായിക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. അല്ല, ഇങ്ങനെ കോൺഗ്രസിനെ സഹായിച്ചിട്ട് എന്ത് ഗുണമാണ് അവർക്ക് കിട്ടാനുള്ളത് എന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും കോൺഗ്രസ്സുകാർ വീട് പണിയേ തുടങ്ങിയിട്ടില്ല. പിന്നെ ഇവരെന്തിനാ കോൺഗ്രസിന് വേണ്ടിയിട്ട് വീട് പണി ചെയ്യുന്നത് എന്നുള്ളതാണ്. കോൺഗ്രസ് ജനങ്ങളിൽ നിന്ന് പണം ശേഖരിച്ചിട്ട് ഒരു തറക്കല്ലിട്ടതല്ലാതെ തറക്കല്ല് പോലും എവിടെയാണ് എന്ന് ഇപ്പോഴും വ്യക്തതയില്ല. വളരെ കൃത്യമായി തന്നെ നിർമ്മാണ പ്രവർത്തനം ടൗൺഷിപ്പിൽ മുന്നോട്ട് പോകുന്നുണ്ട്. അത് ദുരന്തബാധിതർക്ക് അർഹതപ്പെട്ട ആളുകൾ കൃത്യമായി നൽകും. അങ്ങനെ ഉദ്ഘാടന പരിപാടി നടത്തുന്ന ഘട്ടത്തിൽ തന്നെ അവർക്ക് ഇത്രാം തീയതിക്കുള്ളിൽ നമുക്ക് കൊടുക്കാൻ വേണ്ടി കഴിയും എന്ന് കൃത്യമായി അവരോട് പറഞ്ഞിട്ടുണ്ട്. അതിനൊരു 10-15 ദിവസത്തെ ഒരു കാലതാമസം വന്നു. അതിപ്പോ ഏപ്രിൽ 30 അവർക്ക് കയറാൻ വേണ്ടി കഴിയും. അതിൽ യാതൊരു സംശയമില്ല. ഇപ്പൊ 102 വീടുകളുടെ എല്ലാ അറ്റകുറ്റപ്പണികളും പൂർത്തിയായി കഴിഞ്ഞു. പിന്നീട് അവശേഷിക്കുന്നത് 76 വീടുകളാണ്. ആ 76 വീടുകളിലും വലിയ നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും നടക്കാൻ ഇനി ബാക്കിയില്ല. ഇവിടെ സംഭവിക്കുന്ന ഏറ്റവും വലിയ വിഷയം ഇത് താമസിച്ചു പോയി എന്നുള്ളതാണ്. അത് ഇവര് തന്നെ പറയുന്നത് ശരിയാണ്, 100% ശരിയാണ്. 10-15 ദിവസം ഡിലേ വന്നിട്ടുണ്ട്. അതിന് കാരണം നമ്മുടെ ഇലക്ഷനും SIR-യുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ തൊഴിലാളികളെല്ലാം, അന്യസംസ്ഥാന തൊഴിലാളികളെല്ലാം അവരുടെ നാട്ടിലേക്ക് പോയതുമാണ്. ഇനി അവരൊക്കെ കൂട്ടത്തോടെ തിരിച്ചു വന്നിട്ടാണ് ഈ വർക്കിന്റെ സ്പീഡൊന്ന് അങ്ങോട്ട് വർദ്ധിപ്പിക്കാൻ. ഇത് കൃത്യമായിട്ട് ഇവർ അംഗീകരിക്കുന്നുണ്ട്. അതിലെന്താ ഒരു തെറ്റുള്ളത്? പറഞ്ഞ ഡേറ്റിൽ കഴിയില്ല എന്ന് തന്നെ ഇവർ തുറന്നു പറയുന്നു. എന്ന് വെച്ച് അത് കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല. ഇത് പരിപൂർണമായിട്ട് വർക്ക് തീരട്ടെ എന്നുള്ളതാണ്. ഈ 76 വീടുകളിൽ ഇനി ബാക്കിയുള്ളത് ഇത്തരത്തിലുള്ള ചില അറ്റകുറ്റപ്പണികളാണ്. വീട് പണി കഴിഞ്ഞാൽ അന്നേരം തന്നെ ഈ വീട് കൊടുക്കുക എന്നതല്ല ഉദ്ദേശിക്കുന്നത്. പകരം അത് കൃത്യമായ ഒരു നിർമ്മാണത്തിന്റെ രീതിയുണ്ട്. 24 മണിക്കൂർ നേരം ബോണ്ടിംഗ് ടെസ്റ്റിന്റെ ഭാഗമായി വെള്ളം അടിച്ചു നിർത്തി അവിടെ വെള്ളം കിരിയുന്നുണ്ടോ എന്ന് പരിശോധിക്കും. അങ്ങനെ കണ്ടെത്തുന്നതിൽ എന്ത് ചെയ്യും? പിന്നീട് വീണ്ടും അത് മാർക്ക് ചെയ്ത് അവിടെ അപ്പോക്സി ട്രീറ്റ്മെന്റ് നടത്തും. വീണ്ടും വെള്ളം ഒഴിച്ച് കെട്ടി നിർത്തും. എന്നിട്ട് അവിടെ ഏത് തരത്തിലാണ് അവിടെ പ്രശ്നം വീണ്ടും വരുന്നുണ്ടോ, ചോർച്ചയുണ്ടോ എന്ന് പരിശോധിക്കും. ചോർച്ച ഇല്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം വാട്ടർ പ്രൂഫിംഗ് നടത്തും. വാട്ടർ പ്രൂഫിംഗ് നടത്തി കഴിഞ്ഞാൽ അവിടെ അതിനുശേഷം വാട്ടർ പ്രൂഫിന്റെ മുകളിലായി 2 മുതൽ 7 സെന്റിമീറ്റർ വരെ സ്ക്രീഡ് കോൺക്രീറ്റ് നടത്തും. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പൂർത്തീകരിച്ചാണ് കൊടുക്കുക. ഈ ഇപ്പൊ പറഞ്ഞ വീട് അത് അപ്പോക്സി ട്രീറ്റ്മെന്റിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോക്സി ട്രീറ്റ്മെന്റ് ഇത് കൃത്യമാണ് കേട്ടോ. കാരണം ഈ ഒരു ട്രീറ്റ്മെന്റ് ഞാനൊരു വീഡിയോയിൽ ഇതിന് തൊട്ട് മുമ്പുള്ള ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. ആ വീഡിയോയുടെ അവസാനമാണ് ഉള്ളത്. കഴിയുമെങ്കിൽ കാണാൻ ശ്രമിക്കുക. എന്താണ് ആ ട്രീറ്റ്മെന്റ് എന്ന് കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട്. കാരണം വാർപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞ ശേഷം വെള്ളം കെട്ടി നിർത്തുകയാണ്. 24 മണിക്കൂർ 48 മണിക്കൂറാണ് വെള്ളം കെട്ടി നിർത്തുന്നത്. അപ്പോഴെന്തായാലും എവിടെയെങ്കിലും സ്വാഭാവികമായിട്ട് കിനിവുണ്ടാവും. ആ കിനിവിൽ വീണ്ടും പരിശോധന നടത്തുന്നതാണ്. അങ്ങനെ പരിശോധന നടത്തുന്നത് വന്നിട്ടാണ് ഇതാകെ വിള്ളൽ വന്നിരിക്കുന്ന രീതിയിൽ വാർത്ത വന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി. തീർച്ചയായിട്ടും ആ ഒരു നിർമ്മാണ പ്രവൃത്തി തടസ്സം ചെയ്യുക, അപമാനിക്കുക എന്നല്ലാതെ അതിന് പുറകിൽ വേറൊരു ലക്ഷ്യമില്ല. അത് ഈ മാധ്യമങ്ങളെല്ലാം കുട പിടിച്ചു വരുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ദുരന്തമായിട്ടുള്ള കാര്യം. ഇനി എനിക്ക് അത്ഭുതം തോന്നിയത് സുനിൽ പി ഇളയുടെ മാഷ് ആദ്യമായിട്ട് ഇത്തരം പ്രവർത്തികൾക്ക് അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഇത്തരം പ്രവർത്തികൾക്കെതിരെ പ്രതികരിച്ചു എന്നുള്ളതാണ്. ഒന്ന് കേൾക്കണേ. ഏത് വിവരക്കേടും
വിശ്വസിക്കാനായിട്ട് ഞാൻ ഇന്നിപ്പോ വരുമ്പോ ഒരു വീഡിയോ കാണുകയായിരുന്നു. വയനാട്ടിലെ കൽപ്പറ്റയിലെ വീടിന്റെ മുകളിലുള്ള വിള്ളൽ എന്ന് പറഞ്ഞ് കഴിഞ്ഞ 2 ദിവസം പ്രദർശിപ്പിച്ചിരുന്നത് എഞ്ചിനീയർമാര് ഈ മുകളിൽ പേന കൊണ്ട് അവരുടെ പെൻസിൽ കൊണ്ട് വരച്ച വരയാണ് കഴിഞ്ഞ 2 ദിവസം ഈ വിള്ളലായി പ്രദർശിപ്പിച്ചിരുന്നത്. നമ്മുടെ രാജൻ ഒരു ഡപ്പ മറിച്ചിട്ട് അതിന്റെ മുകളിൽ കയറി എന്നിട്ട് അത് മാച്ച് കളയുന്നു. ഇങ്ങനെ ചെയ്യേണ്ടുന്ന ഒരു സമൂഹമായി എന്ത് അസംബന്ധവും വാർത്തയായി തീരുന്ന, ഏത് അസംബന്ധത്തെയും വാർത്തയാക്കി വിവാദമാക്കുന്ന, അതെല്ലാം ആസ്വദിക്കാനായിട്ട് സദാ സന്നദ്ധരായി നിൽക്കുന്ന, അഭ്യസ്തവിദ്യരാണെന്ന് സ്വയം തെറ്റിദ്ധരിക്കുന്ന സാമൂഹ്യ വിരുദ്ധരുടെ ഒരു വലിയ കൂട്ടം ഇന്ന് കേരളത്തിലുണ്ട്. അടിപൊളി. ആ സാമൂഹ്യ വിരുദ്ധരാണ്, ഞാൻ പറയുന്നില്ല. അപ്പോൾ സുഹൃത്തുക്കളെ, ബൈ.